ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ. അപ്പോൾ നമ്മൾ പാലക്കാട് ടു തൃശ്ശൂർ വരെ പോവാണ്. അടുത്ത ഗായ്സ് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ അതിരപ്പള്ളി കാണാൻ വേണ്ടി പോവാണ്. സോ ഞാൻ അതിരപ്പള്ളി കണ്ടിട്ടില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ വീഡിയോസിൽ ഫോട്ടോസിലൊക്കെ കാണാറുണ്ട്. സോ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോവാണ് അവിടേക്ക്. സോ നിങ്ങളും വരും എൻ്റെ കൂടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി നമ്മൾ ഇറങ്ങാൻ. ഗൈസ്, ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയത്, ഫ്രണ്ട്സ് ആയിട്ടല്ല, ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി. കറക്റ്റ് നമുക്ക് ഇവിടുന്ന് അതിരപ്പള്ളിക്ക് 2.5 മണിക്കൂറാണ് മാക്സിമം വരുന്നത്. ഒരുപാട് ദൂരമൊക്കെ പോകുമ്പോൾ എനിക്ക് ഇടയ്ക്ക് വൊമിറ്റിംഗ് ഇഷ്യൂസൊക്കെ വരാറുണ്ട്. സോ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ എൻ്റെ മുഖം നോക്കൂ ഗൈസ്, എനിക്ക് 30 കിലോമീറ്റർ ഒക്കെ പോയപ്പോൾ തന്നെ എനിക്ക് ക്ഷീണമായി. ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്താനായി. സോ എനിക്ക് ഭയങ്കര ടയേർഡായി ഗൈസ്. ഞാൻ ഉറങ്ങിയത് എപ്പോഴാണ് എണീറ്റത്. എല്ലാവരും ടയേർഡായപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. സോ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നമ്മൾ വന്നത്. എൻ്റെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പം ഞാൻ ആ ഹോട്ടലിൽ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ ബ്ലോക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഈ മഴ സമയത്തും കൂടെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിരപ്പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി നടക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നല്ല തിരക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടുത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ്, ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അടിപൊളി സ്ഥലം, ഇവിടുത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. ഇവിടെ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വരും കേട്ടോ ഗൈസ്. ഗൈസ്, പക്ഷേ ഈ വെള്ളച്ചാട്ടം താഴെയാണ്. അപ്പം നമ്മളിത് കാണാൻ വേണ്ടി താഴെ ഒരുപാട് നടക്കാനുണ്ട്. താഴെ ഇങ്ങനെയൊക്കെ നടന്നു, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് മേലോട്ട് പോകുമ്പോൾ ഭയങ്കര പെയിനായിരുന്നു കാല്. എങ്ങനെയൊക്കെയോ നടന്നിട്ടാണ് മേലേക്ക് പോയത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ മേൽഭാഗത്ത് ഒരുപാട് പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. ഗൈസ്, നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സോ അതായത് നമ്മൾ മാങ്ങയൊക്കെ വാങ്ങി കഴിച്ച്
ഇതിൻ്റെ ഇടയിൽ നല്ല മഴയും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ദൂരത്തായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ അതുവരെ നമുക്ക് നടന്നു പോകണം. അവസാനം വണ്ടി കണ്ടുപിടിച്ചു ഗൈസ്. നല്ല ഇരുട്ടായിരുന്നു ഒന്നാമത്തെ, രണ്ടാമത്തെ മഴയും. ലാസ്റ്റ് നമുക്കൊരു ബ്രദർ കോടയൊക്കെ തന്നെ സഹായിച്ച് നമ്മൾ വണ്ടി എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. ഗൈസ് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി അതും കഴിച്ചു. ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ എല്ലാവരും ഹാപ്പി സേഫായിട്ടൊക്കെ ഇരിക്കുക. ഞങ്ങളും സേഫായിട്ട് എത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും